കുന്നുകൂട്ടിയിടുകയാണ് ചെയ്യുന്നത്. പ്ലാന്റിന്റെ മറവിൽ പെട്ടിപ്പാലം പോലെ തന്നെയുള്ള മാലിന്യം കുന്നുകൂടലാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നത്. കേരളത്തിൽ ഒരിടത്തും ഒരു പ്ലാന്റും നേരാവണ്ണം വർക്ക് ചെയ്തിട്ടില്ല. നമുക്കറിയാം, തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിൽ പച്ചക്കറി വേസ്റ്റുകൾ സംസ്കരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷങ്ങൾ ചെലവഴിച്ച് തലശ്ശേരി നഗരസഭ സ്ഥാപിച്ച പുതിയ ബസ് സ്റ്റാൻഡിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ്, പച്ചക്കറി വേസ്റ്റ് പ്ലാന്റ് എന്തായി? ആ പ്ലാന്റ് എന്തായി എന്നറിയണമെങ്കിൽ ആ പ്ലാന്റിന്റെ അടുത്ത് പോയി നോക്കേണ്ടതില്ല. മറിച്ച് അതിനപ്പുറം ഒന്നാം റെയിൽവേ ഗേറ്റിന് മുകളിൽ ഇപ്പോൾ പണിതിരിക്കുന്ന ആ റെയിൽവേ കൂട്ട പിടിച്ചിട്ട് മേലെ കൂടി ഒന്ന് കയറി ഇറങ്ങിയാൽ മാത്രം മതി. ആ റെയിൽവേ ഒരു വലിയ മലയോളം കുന്നുകൂടി പച്ചക്കറി വേസ്റ്റ് ഇങ്ങനെ പച്ചക്കായയുടെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പത്രങ്ങളിൽ അതിന്റെ ഫോട്ടോ വന്നിട്ടുണ്ട്. ഒരു ഭാഗത്ത് പ്ലാന്റ് ഉണ്ടാക്കുക, എന്നിട്ട് നേരത്തെ UK ചെയ്ത് പറഞ്ഞതുപോലെ ആ പ്ലാന്റിന്റെ കമ്മീഷൻ അടിച്ചു മാറ്റുക, എന്നിട്ട് മറുഭാഗത്ത് മാലിന്യം കുന്നുകൂട്ടിയിടുക. അപ്പോൾ രണ്ടാണ് ബെനിഫിറ്റ്. മാലിന്യ മുഖേനയുള്ള അഴിമതി, മാലിന്യ സംസ്കരണ പ്ലാന്റ് വാങ്ങിയതിലുള്ള അഴിമതി. ഈ രാഷ്ട്രീയക്കാരന്റെ ഒരു ബുദ്ധി നമ്മൾ ആരും വല്ലാതെ അതിശയിച്ചു പോകും. കാട്ടത്തിൽ നിന്ന് അഴിമതി. മുമ്പൊരു നേതാവ് കണ്ണൂരിൽ നമ്മൾ മനസ്സിലാക്കിയാണ്, മുണ്ടയാട്ടെ കോഴി ഫാമിൽ നിന്ന് കട്ടുകൊണ്ടുപോയി വിറ്റത് കോഴിക്കാട്ടമാണ്. ഉളുപ്പുണ്ടോ ഇവർക്കൊക്കെ? ഇവരല്ല നമ്മളെ നയിക്കുന്നത്. കോഴിക്കാട്ടമെങ്കിൽ കോഴിക്കാട്ടം, അതുപോലും ഞാൻ ജീവിക്കാൻ വകുപ്പ് കണ്ടെത്തുമെന്നാണ് നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മാലിന്യം കൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നേതാക്കന്മാർ നമ്മുടെ പെട്ടിപ്പാലത്ത് തള്ളുന്ന മാലിന്യം കൊണ്ടാണ് തലശ്ശേരിയിലെ നാൽവർ സംഘമല്ല, അതിലുമധികം സംഘം ആളുകൾ ചേർന്ന സംഘം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടിപ്പാലത്തെ മാലിന്യം കൊണ്ടാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പൊ പറഞ്ഞു വരുന്നത്, വിളപ്പിൽ ശാലയിലേതുപോലുള്ള അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേതുപോലുള്ള പ്ലാന്റുകൾ സ്ഥാപിച്ച് നമ്മുടെ ശുദ്ധഗതിക്കാരായ ചില ആളുകൾ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് പ്ലാന്റ് വന്നാൽ എന്താണ് കുഴപ്പം? ഇതൊക്കെ ഒരു പ്ലാന്റിന് സമ്മതിച്ചുകൂടെ? എന്നാൽ ഈ പ്രശ്നം തീരില്ല. ഇങ്ങനെ ഈ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ 2-3 മാസമായി ഇങ്ങനെ കൊണ്ടുപോയി ആ വെയിലത്തിരുത്തി ഇപ്പൊ പല ആളുകളും കറുത്തുപോയില്ലോ. നല്ല വെളുത്ത നിറമുള്ള സമരക്കാർക്ക് ഇപ്പൊ കറുത്തുപോയില്ലേ? എന്തിനാണ് നിങ്ങൾ ഈ പാപം ചെയ്യുന്നത് എന്ന് നമ്മളോട് അവർ ചോദിക്കുന്നു. ഇപ്പൊ പ്ലാന്റ് വന്നാൽ പ്രശ്നം തീരും, നിങ്ങൾ സമ്മതിക്കണം. എന്നാൽ പ്ലാന്റ് വന്നാൽ പ്രശ്നം തീരില്ല. പ്ലാന്റ് വന്നാൽ പ്രശ്നം തീരും, അത് നേതാക്കന്മാരുടെ പ്രശ്നമാണ്. കാരണം 3 കോടി രൂപയുടെ പ്ലാന്റിന് ഇന്നത്തെ നിലവാരം വെച്ച് 90 ലക്ഷം രൂപയാണ് കമ്മീഷൻ, 30% കമ്മീഷൻ. 3 കോടി രൂപയുടെ പെട്ടിപ്പാലത്ത് സ്ഥാപിച്ചാൽ തലശ്ശേരിയിലെ നാൽവർ സംഘത്തിന് അല്ലെങ്കിൽ എക്കാളുള്ള നേതൃസംഘത്തിന് 90 ലക്ഷം രൂപ കിട്ടും. അത് മോശമുള്ള കാര്യമല്ല. അതുകൊണ്ട് അവർ ഉറപ്പിച്ച് പറയുന്നു, പെട്ടിപ്പാലത്ത് പ്ലാന്റ് വരും, പെട്ടിപ്പാലത്ത് പ്ലാന്റ് സ്ഥാപിക്കുമെന്ന് അവർ ഉറക്കത്തിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആമിന പറയുന്നു, രമേശൻ പറയുന്നു, കാരായരാജൻ പറയുന്നു, CP ഷൈജൻ പറയുന്നു, B ബാലൻ പറയുന്നു, ഈ നേതാക്കന്മാരൊക്കെയും പറയുന്നു പെട്ടിപ്പാലത്ത് പ്ലാന്റ് സ്ഥാപിക്കാതെ അടങ്ങിയിരിക്കുകയേയില്ല. നമ്മുടെ ഒരു യുവ നേതാവുണ്ട്, AN ഷംസീർ പറയുന്നു, പെട്ടിപ്പാലത്തെങ്ങാനും പ്ലാന്റ് സ്ഥാപിക്കുകയില്ല എന്ന് നഗരസഭ തീരുമാനിച്ചാൽ ആ തീരുമാനത്തിനെതിരെ ഞാനും എന്റെ പാർട്ടിയും സമരം ചെയ്യും. എന്താണ് നോക്കൂ, നേതാക്കന്മാർ നടത്തുന്ന അഴിമതിയിൽ യുവജന നേതാക്കന്മാർക്കും പങ്കുവേണമെന്നാണ് പറയുന്നതിന്റെ അർത്ഥം. ഞങ്ങൾ യുവജന നേതാക്കന്മാർക്കും പങ്കുവേണം. കാരണം നിങ്ങൾക്ക് 90 ലക്ഷം കിട്ടുമെങ്കിൽ ഞങ്ങൾക്കതിൽ നിന്നൊരു 90,000 അവർ തരും. അതുകൊണ്ട് ഞാനും എന്റെ പാർട്ടിയും ഈ ലോകത്ത് അവശേഷിക്കുന്നുണ്ടെങ്കിൽ പെട്ടിപ്പാലത്ത് പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുമെന്ന് ചാനലിൽ പ്രസംഗിച്ചത് നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി കണ്ടതാണ്. ഇതാണ് രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഔദ്ധത്യവും ധാർഷ്ട്യവും. ഈ ധാർഷ്ട്യത്തെ കൈക്ക് പിടിക്കുവാൻ ഈ ഇരിക്കുന്ന വളയിട്ട കൈകൾ കൊണ്ട് തന്നെ സാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ലോകത്തിന്റെ പല ഭാഗത്തും പല കിങ്കരന്മാരെയും 40 വർഷം ഭരിച്ച ആ ചെങ്ങായിയെ പിടിച്ച് താഴെയിട്ടില്ലേ ഈജിപ്തിലെ സ്ത്രീകൾ? 40 വർഷമല്ലേ അവൻ ഭരിച്ചു മുടിച്ചത്? അവനെ പിടിച്ച് വലിച്ച് താഴെയിട്ടത് ഈജിപ്തിലെ സ്ത്രീകളല്ലേ? ഈജിപ്തിലെ ഒരു പെൺകുട്ടി ഫേസ്ബുക്കിൽ എഴുതിയ ആഹ്വാനം ശപിച്ചുകൊണ്ട് 10,000കണക്കായ മിസ്ലി മക്കൾ ഈജിപ്തിന്റെ തഹ്രീർ സ്ക്വയറിലെത്തി. മാസങ്ങൾ ഇവർ ധീരമായി അവിടെ നിലകൊണ്ടു. വേറൊന്നും ചെയ്തിട്ടില്ല, ആക്രമിച്ചിട്ടില്ല. അവരെ
സർക്കാരിനെതിരെ എന്തെങ്കിലും പണികളെടുത്തിട്ടില്ല. അവിടെ തെഹരീർ സ്ക്വയറിൽ ഈജിപ്തിലെ 10,000-കണക്കിന് ലക്ഷക്കണക്കായ സ്ത്രീകളും പിഞ്ചോമന മക്കളും വന്നിരുന്നപ്പോൾ 40 വർഷം ആ രാജ്യം ഭരിച്ച, രാഷ്ട്രീയം കാട്ടിയ, ആ രാജ്യത്തെ കൊള്ളയടിച്ച, ആ രാജ്യത്തെ 10,000-കണക്കിന് ജനങ്ങളെ യമപുരിക്കയച്ച, കൊല്ലാക്കൊല ചെയ്ത, കൊന്ന ആ ഭീകരൻ ഈജിപ്തിൽ നിന്ന് കെട്ടുകെട്ടിയെങ്കിൽ അതേപോലെ തന്നെ ചോരയും നീരുമുള്ള, ആവേശമുള്ള പുന്നോലിലെ സ്ത്രീകൾ തീരുമാനിച്ചിരിക്കുന്നു, ആമിന മാളിയേക്കലിന്റെ അധികാര കസേര വലിച്ച് താഴെയിടണമെന്ന്. തീർച്ചയായും ആ അധികാര കസേര വലിച്ച് താഴെയിടുക തന്നെ ചെയ്യും. ആമിന മാളിയേക്കൽ കരുതേണ്ടതില്ല, എന്നും ആ കസേര ഉണ്ടാവും, എന്നും അവരെ സംരക്ഷിക്കാൻ ആളുണ്ടാവുമെന്ന്. ഇവിടെ പെട്ടിപ്പാലത്ത് സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മുന്നണി, അതിലെ 4 സ്ത്രീകളെ ആമിന മാളിയേക്കലിന്റെ വീട്ടിലേക്ക് വിരുന്നുപോക്ക് എന്ന പേരിൽ ഒരു സമരം പ്രഖ്യാപിച്ചപ്പോൾ ആമിന മാളിയേക്കൽ പറഞ്ഞില്ലേ, എന്റെ വീട്ടിലാണോ സമരം കൊണ്ട് വരേണ്ടത്, എന്റെ ഓഫീസിലല്ല വരേണ്ടത്, ചോദിച്ചില്ലേ ആമിന. ആമിനയുടെ അനുജത്തി നഗരസഭാ കൗൺസിലറായ റംല പറഞ്ഞില്ലേ, ഇങ്ങോട്ട് വന്നാൽ എന്റെ ബഹുമാനപ്പെട്ട ഈ തറവാട്ട് മുറ്റത്തേക്കെങ്ങാനും ആ വൃത്തികെട്ട സ്ഥലത്തുള്ള പെണ്ണുങ്ങൾ വന്നാൽ അവരുടെ കാലടിച്ച് മുറിക്കുവാൻ ഞാൻ ഇരുമ്പ് വടിയെടുത്ത് വെച്ചിട്ടുണ്ട് എന്നൊരു നഗരസഭാ കൗൺസിലർ പ്രസംഗിച്ചില്ലേ ആമിന മാളിയേക്കലിന്റെ സഹോദരി. എന്നിട്ട് ഈ ഇരിക്കുന്ന പാവപ്പെട്ട സ്ത്രീകൾ ഹർജിയുമായി തലശ്ശേരി നഗരസഭാ ഓഫീസിൽ പോയപ്പോൾ, ആമിന മാളിയേക്കലിന്റെ ഓഫീസിൽ പോയപ്പോൾ ആമിന മാളിയേക്കൽ എന്താണ് ചെയ്തത്? അവർ സ്വീകരിക്കുകയാണ് ചെയ്തത്. അവരുടെ ഓഫീസിന്റെ ആ സ്ത്രീകളെ അടച്ച്, വാതിലടച്ച് അവരെ പുറത്താക്കുകയല്ലേ ചെയ്തത്. ആദ്യം പറഞ്ഞു, എന്റെ വീട്ടിലല്ല വരേണ്ടത്, എന്റെ ഓഫീസിൽ വരണം. ഓഫീസിൽ വന്ന ആളുകളുടെ മുമ്പിൽ വാതിലടച്ചു പൂട്ടാൻ ഈ ഓഫീസ് എന്താ മാളിയേക്കൽ തറവാട്ടിലെ മുറിയാണോ? ഇവർക്കിത് ഇവരുടെ ആരെങ്കിലും നൽകിയതാണോ? ഈ ഓഫീസിലെ മുറി ആരെങ്കിലും ഇവർക്ക് കുടുംബ സ്വത്തായി നൽകിയതാണോ? നഗരസഭാ ഓഫീസ് 125 വർഷം പഴക്കമുള്ള നഗരസഭയല്ലേ. എത്ര മഹാന്മാരായ ആളുകൾ ചെയർമാനായി, ചെയർപേഴ്സണായി അവിടെ ഇരുന്നിട്ടുണ്ട്. എന്നാൽ ഈ സ്ത്രീയെ പോലെ ഇത്രയധികം പേരുദോഷം കേൾപ്പിച്ച, അതും കേവലം 1 വർഷം കൊണ്ട് ഇത്രയധികം പേരുദോഷം കേൾപ്പിച്ച ഒരു സ്ത്രീയും ഒരു പുരുഷനും നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തുണ്ടായിട്ടില്ല. ഒരാളും, എത്ര ആളുകൾ, കഴിവുള്ളവർ, കഴിവില്ലാത്തവർ, കഴിവുകെട്ടവർ, ഒരുപാട് ആളുകൾ അവിടെ ഭരിച്ചിട്ടുണ്ട്. പക്ഷേ പുന്നോലിലെ സമരക്കാർ ആദ്യമായിട്ടാണ് ഒരു നഗരസഭാ ചെയർപേഴ്സന്റെ പേര് മുദ്രാവാക്യത്തിൽ എഴുതി ചേർക്കേണ്ടി വന്നത്. അത് പുന്നോൽക്കാരുടെ കുഴപ്പം കൊണ്ടല്ല, അത് ആ സ്ത്രീയുടെ നാക്കിലിരിപ്പ് കൊണ്ടാണ്, ആ സ്ത്രീയുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. വാ തുറന്നാൽ അവർ പറയുന്നത് എന്താണ്? പുന്നോൽക്കാരെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞു. ആരോ ചിലർ പറഞ്ഞു, ആമിന ഞങ്ങളുടെ ബന്ധുവാണ് എന്ന്. ഉടനെ വന്നില്ല മറുപടി, ബന്ധുവോ, പുന്നോലിനോ, എനിക്കോ? അതേ, ഞങ്ങൾ പണ്ട് മലവിട്ട സ്ഥലമല്ലേ, അതിപ്പോൾ ഞങ്ങൾ കാട്ടമിടുന്ന സ്ഥലമല്ലേ. അവിടെ ബഹുമാനപ്പെട്ട മാളിയേക്കൽ തറവാട്ടിലെ എനിക്ക് അങ്ങനെ ബന്ധുക്കളുണ്ടാവുമോ? അവർ ചോദിച്ചില്ലേ. എന്തുമാത്രം നമ്മളെ പരിഹസിക്കുവാൻ, നമ്മളെ അപഹസിക്കുവാൻ എന്തെല്ലാം വാക്കുകളവർ എഴുതിവിട്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ. നമ്മൾ ആലോചിക്കണം, ഒരു ഭരണാധികാരിക്ക് ചേർന്നതാണോ ഇത്? തലശ്ശേരിക്കാർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് ആമിന മാളിയേക്കൽ. തലശ്ശേരിക്കാർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് ആമിന മാളിയേക്കൽ. ആ തെറ്റ് തിരുത്തുവാൻ തലശ്ശേരിക്കാർ തന്നെ മുന്നോട്ട് വരേണ്ടതുണ്ട്. കാരണം കഴിവുള്ള ഒട്ടനവധി സ്ത്രീകൾ ഇനിയും തലശ്ശേരിയിലുണ്ട്. കേവലം തറവാടിത്തത്തിന്റെ, അല്ലെങ്കിൽ വലിയ പേരുള്ള തറവാടിന്റെ പേരിൽ മാത്രം എന്താണ് അവർക്കെന്താണ് കൈമുതലായുള്ളത് നമ്മൾ പഠിക്കണം. നഗരസഭാ ചെയർപേഴ്സൺ ആവാൻ ആ സ്ത്രീക്ക് എന്താണ് കൈമുതലായുള്ളത്? ആ സ്ത്രീ സാമൂഹ്യ പ്രവർത്തന പാരമ്പര്യം എന്താണ്? നമ്മുടെ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട്.